ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു വെറൈറ്റി പായസമായിട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് വെറും പായസമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ഇതിൻ്റെ രുചി വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. മട്ടവലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുന്ന സമയത്ത് അത് കരിഞ്ഞു പോകരുത്, അതുപോലെ പുകഞ്ഞു പോകരുത് കേട്ടോ. ഇങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് കയ്യിലൊന്ന് എടുത്തിങ്ങനെ നോക്കുക. അപ്പോൾ ഒന്നിങ്ങനെ മുരിക്കാൻ ആകുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അങ്ങനെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കുക. അതായിട്ടില്ല അപ്പോൾ ഒന്നും കൂടിയും വറുത്തെടുക്കുക കേട്ടോ. അധിക സമയമൊന്നും വേണ്ടി വരില്ല. ഒരു 2-3 മിനിറ്റ് നമ്മൾ വറുത്തെടുത്താൽ തന്നെ മതിയാകും. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള 2 കാര്യം: കരിഞ്ഞു പോകരുത്, പുകഞ്ഞു പോകരുത്. അപ്പോൾ പായസത്തിൻ്റെ ടേസ്റ്റേ മാറും കേട്ടോ. അങ്ങനെ ആകാതെ ഇതൊന്ന് വറുത്തെടുക്കുക കേട്ടോ, ശ്രദ്ധിച്ചോ. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇതൊന്ന് ചൂടാറി വന്നോട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. 1/3 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം എത്ര വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു പഞ്ചസാര കറക്റ്റ് മധുരം പാകമാണ്. അപ്പോൾ ഈ പഞ്ചസാര ഇതുപോലെ ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ ഒന്ന് ഫ്ലെയിം കുറച്ചൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ പഞ്ചസാര ഒന്ന് കളർ മാറി തുടങ്ങണം. അതേ ടൈമിൽ വേഗം ഫ്ലെയിം കുറച്ചൊക്കണം, ലോ ഫ്ലെയിമിലേക്ക് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ ബട്ടറും ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഉണ്ടാക്കിയത് നെയ്യിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടി ഉണ്ടാക്കിയതാണ്, നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കേട്ടോ, അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല രസമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാല് ചേർത്ത് കൊടുത്തു. 1.5 കപ്പ് പാലാണ് വേണ്ടത്. അപ്പോൾ 1 കപ്പ് ആദ്യം ചേർത്ത് കൊടുത്തു. ഇപ്പോൾ കണ്ടില്ലേ, ആ പഞ്ചസാര കാരമലായതൊക്കെ തണുത്ത പാല് ചേർത്തുകൊണ്ടാണ് കേട്ടോ കട്ടായിരിക്കണേ. ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള പാല് അങ്ങനെ ചേർത്തതാണ്. തിളപ്പിച്ച പാലുണ്ടെങ്കിൽ ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കട്ടയൊന്നും കിട്ടൂല. എന്നിട്ട് ഇത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുത്താൽ മതിയേ. പാല് നന്നായിട്ട് തിളച്ച് ആ കാരമലായ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുള്ള അവലില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണേ. ഇത് തിളച്ച് വേഗം തൂക്കി പോകും. അപ്പോൾ വരാതിരിക്കാൻ നമ്മളിത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അവലൊന്ന് വേഗം വേണമല്ലോ. അപ്പോൾ വേഗം വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിളപ്പിച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. അടി പിടിക്കോ കട്ട പിടിക്കോ ഒന്നുമില്ല. നമ്മളിപ്പോൾ 1 കപ്പ് അവൽ വറുത്തെടുത്തതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാത്രം എടുത്തിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ പായസം ഒന്ന് കുറുകി കിട്ടാൻ, ഒരു കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. 2 ഏലക്കയുടെ ചതക്കിയത് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ വരുന്ന മിൽക്ക് മെയ്ഡ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് മധുരം പാകമായിരിക്കും, ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. പിന്നെ 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ മസ്റ്റാണ്. അവസാനം നമ്മൾ 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കൺസിസ്റ്റൻസി പാകാകുകയും ചെയ്യും. നല്ല ടേസ്റ്റ് ആയിരിക്കും. പായസത്തിന് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ, വേറെ ലെവൽ തന്നെയാണ് പായസം. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ. ഈ ഒരു പായസം ഐസ്ക്രീം കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പറായിട്ടോ. വാനിലയുടെ ഐസ്ക്രീം തന്നെ ഉപയോഗിക്കണം, വേറെ ഫ്ലേവറൊന്നും രസം ഉണ്ടാവില്ല. വാനിലയുടെ ഐസ്ക്രീമും കൂടി ഈ പായസത്തിലേക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഐസ്ക്രീം കൂടി ചേർത്ത് കഴിച്ചാൽ വേറെ ലെവലാണ്, നല്ല ടേസ്റ്റാണ്. കഴിച്ച് നോക്കിക്കോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ തിളപ്പിക്കണ്ട, ജസ്റ്റ് അതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ അത് കുറുകിക്കോളും. അവൽ നമ്മൾ പൊടിച്ച് ചേർത്തതല്ലേ, അതുകൊണ്ട്. പിന്നെ ഇത് നമ്മുടെ പായസം ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് 2 ചേരുവ കൂടി അവസാനം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പായസമാണ്. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ റെഡിയാക്കി നോക്കണം. അവലും പാലും പഞ്ചസാരയൊക്കെ സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ റെഡിയാക്കി നോക്കിക്കോട്ടാ. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി ഇതിലേക്ക് കാഷ്നട്ട് ജസ്റ്റ് ഒന്ന് കട്ടാക്കി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ പിസ്തയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് ഇടയ്ക്ക് അടിക്കാൻ കിട്ടുമ്പോൾ ടേസ്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം, നെയ്യിൽ ഇതൊന്നും ഇല്ലെങ്കിൽ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ കുഞ്ഞുകുഞ്ഞേ കട്ട് ചെയ്ത് ഇതിലേക്ക് വറുത്തിട്ട് ഇട്ട് കൊടുത്താലും നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു പായസം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.